സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കുറുപ്പമ്പടി സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശോധന നടന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുപ്പമ്പടി സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ പരിശോധന നടത്തിയത്. കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനായി 196ഓളം സ്കൂൾ വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സാൻജോ വർഗീസ്, നോബി PM, ബിനോയ് കുമാർ AK, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് തുടങ്ങിയവരും പങ്കെടുത്തു. പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തോ എന്നും പൂർണ്ണ സജ്ജമായി സുരക്ഷിതമായ വാഹനങ്ങളാണോ ഈ വർഷം വിദ്യാഭ്യാസ വർഷത്തിൽ സുരക്ഷിതമായി കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കുന്ന പ്രീ സ്കൂൾ ഓപ്പണിംഗ് ചെക്കപ്പ് ക്യാമ്പ് നടക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ. ഒപ്പം തന്നെ സ്കൂൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവേഴ്സിനും കൂടെ കുട്ടികളെ പരിചരിക്കുന്ന ആയമാർക്കുമുള്ള പരിശീലന പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ വർഷത്തിൽ പെരുമ്പാവൂർ മേഖലയിൽ ഈ താലൂക്കിൽ ഒരൊറ്റ വാഹന അപകടം പോലും സംഭവിക്കാതിരിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ 196 സ്കൂൾ വാഹനങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഈ ആഹ്വാനത്തോട് വളരെ ക്രിയാത്മകമായി പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഇവിടെ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ട്രെയിനിങ്ങൾ കൊടുക്കുന്നതിന് പുറമെയായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ നേരിടണമെന്നും ഒരു അപകടം സംഭവിച്ചാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് നേരിടണമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള 25 മാനദണ്ഡങ്ങൾ അതിനുശേഷം ഇവരെ പഠിപ്പിച്ച ശേഷമാണ് വാഹന പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും സുരക്ഷിതമായൊരു വിദ്യാഭ്യാസ വർഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സ്കൂളുകാരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും തന്നെ. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.